സാംസങ് അതിഭീകരമായ ഒരു ഗവേഷണത്തിന് പിന്നിലാണ്. തങ്ങളുടെ വിശ്വസ്തരായ കസ്റ്റമേഴ്സിനെ എങ്ങനെ വിദഗ്ധമായി പറ്റിക്കാം. കഴിഞ്ഞ കുറച്ച് ഫോണുകളിൽ നിന്നും ആ ഗവേഷണം ബലം കണ്ടു തുടങ്ങിയതായി നമ്മൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ അവർ റീസെന്റ് ഇറക്കിയിരിക്കുന്ന A56 എന്ന് പറയുന്ന മോഡലാണ്. സോ വൺ ബൈ വൺ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഡിസൈനിലേക്ക് പോകാം. അതിഗംഭീരമായ, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരം ഒരു ഡിസൈനാണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം റിഫ്ലക്ഷൻ ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ പുറത്ത് സൺലൈറ്റിലൊക്കെ ഇറങ്ങി നിന്നാൽ നമുക്ക് ഡിസ്പ്ലേ ഒന്നും കാണാനും പറ്റില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ചൂടായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ പുറത്തിറങ്ങി ഫോൺ യൂസ് ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്വന്തമായിട്ട് ഡിസ്പ്ലേ ഉണ്ടാക്കുന്ന കമ്പനിയും അതുപോലെ മറ്റുള്ള കമ്പനികൾക്ക് ഡിസ്പ്ലേ കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ടും ഈ ഡിസൈൻ എന്തിനാണ് ഇത്രയും വലിയ ബെസൽസ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. അത് കീപോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലിയ ബെസലായിട്ട് അത് മാറുന്നുണ്ട്. ഇനി അടുത്തതായി എല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിഭീകരമായ 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും ഭീകരമായ 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ മുന്നോട്ടും കൊടുത്തിട്ടില്ല, അതും 12 മെഗാ പിക്സൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചിപ്സെറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിനൂതന സാങ്കേതിക വിദ്യകൾ ഇണക്കി ചേർത്ത് എക്സിനോസിൻ്റെ 1580 ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും കുറച്ച് വില കുറഞ്ഞ ഫോണിൽ സ്നാപ്ഡ്രാഗൻ്റെ 7th ജെൻ ചിപ്സെറ്റും ഇതിൻ്റെ സെയിം സെഗ്മെൻറ്റിലുള്ള ഫോണുകൾക്ക് സ്നാപ്ഡ്രാഗൻ്റെ 8th ജെൻ ചിപ്സെറ്റും ഉള്ളപ്പോഴാണ് നമുക്ക് ഇത് തന്നിരിക്കുന്നത്. അതുകൂടാതെ ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ചൂട് വേണമെങ്കിൽ അതും ഈ ചിപ്സെറ്റ് തരും. എന്തായാലും ഒരുപാട് സൗകര്യങ്ങൾ നിറച്ചാണ് ഈ ഫോൺ തന്നിരിക്കുന്നത്. ഹാപ്പി ആയില്ലേ? ഏകദേശം 40,000 രൂപ റേഞ്ച് വരുന്ന ഫോണാണിത്. അപ്പോൾ നിങ്ങളിത് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ചൊന്ന് റിസർച്ച് ചെയ്യുക. ബിക്കോസ് ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് വില കുറഞ്ഞ മോഡലാണെങ്കിൽ പോലും ഇതിനൊക്കെ നല്ല സ്പെക്കും ഫീച്ചേഴ്സും വരുന്ന ഫോണുകളുണ്ട്. സെയിം സെഗ്മെൻറ്റ് വരുന്നതാണെങ്കിൽ OnePlusൻ്റെ 13R വേൾഡ് മോഡൽ, പിന്നെ കുറച്ചുകൂടെ വില കുറഞ്ഞാണെങ്കിൽ വിവോയുടെ V40 സീരീസ്, പിന്നെ നത്തിങ്ങിൻ്റെ ഇപ്പോൾ 3A പ്രോയും അങ്ങനെയുള്ള കുറേ മോഡൽസ് നിങ്ങൾക്ക് വേറെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ മെയിൻ ക്യാമറ 50 MB വരുന്നതാണെങ്കിൽ പോലും ഞാൻ യൂസ് ചെയ്തിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ക്യാമറ എക്സ്പീരിയൻസ് ഒക്കെയാണ് എനിക്ക് ഇതിന് വന്നത്. ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഓവർ പ്രോസസ്ഡ് ആയിട്ടും ഒരുപാട് ഡീറ്റെയിൽ ലോസ് ആവുന്നതുമായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് വരുന്നുണ്ട്. തീരെയും വാല്യൂ ഫോർ മണി അല്ലാത്ത ഒരു ഫോണായിട്ടാണ് എനിക്ക് ഫോൺ ഫീൽ ചെയ്തത്. ഐ എം വെരി സോറി ടു സേ സാംസങ്, ബിക്കോസ് ഇങ്ങനെയൊക്കെ ഒരു ഫോൺ ഇറക്കുന്ന പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുപോലെ ഞാൻ S24 അൾട്രയ്ക്കകത്ത് സ്നാപ്ഡ്രാഗൺ എലീറ്റ് പ്രോസർ അല്ലാതെ വേറൊരു പിണ്ണാക്കില്ലെന്നൊക്കെ പറഞ്ഞൊരു ഫസ്റ്റ് ഇഷ്ടപ്പെടുത്തി ഒത്തിരി ആൾക്കാരൊന്ന് പറഞ്ഞായിരുന്നു. പ്രോസർ ഭയങ്കര ഒരു പ്രോസർ തന്നെയാണ്, അതിനകത്ത് തന്നെ ഭയങ്കര ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് ഓക്കെ, സ്നാപ്ഡ്രാഗൺ എലീറ്റ് പ്രോസർ ഓഫ് കോഴ്സ് കിടിലം പ്രോസറാണ്. പക്ഷേ ഈ എലീറ്റ് പ്രോസറിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ S25 അൾട്ര ചൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് S23 അൾട്രയും S24 അൾട്രയൊക്കെ ഭയങ്കര പ്രൈസ് കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈ സ്നാപ്ഡ്രാഗൺ എലീറ്റ് പ്രോസർ വെച്ചിട്ടുള്ള ഫോണുകൾ 50,000 രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല കിട്ടില്ല ഫീച്ചേഴ്സ് സ്പെക്കുമായിട്ടുള്ള മറ്റു ഫോണുകളുണ്ട്. സോ നമ്മളൊരു പ്രൈസ് കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്തൊരു ഫോൺ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് കുറച്ചെങ്കിലും വേർത്തി ആയിട്ടുള്ള സ്പെക്കും ഫീച്ചേഴ്സും അതിനകത്ത് വരണമല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി നഷ്ടമാണ്. സോ നിങ്ങൾ ആ ഒരു ഫോൺ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളെ യൂസ് കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഫോൺ ചൂസ് ചെയ്യുക. അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് ചൂസ് ചെയ്താൽ അതിനനുസരിച്ചുള്ള രീതിയിൽ ഫോൺ എടുക്കുക. സോ ഫോൺ ചൂസ് ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ ബൈ.